السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله وحده والصلاة والسلام على من لا نبي بعده. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء أحزاننا وذهاب همومنا وغمومنا يا رب العالمين. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മളിങ്ങനെ ഓരോ ക്ലാസ്സുകളിലായിട്ട് അവനെ കൂടുതൽ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ? സുബ്ഹാനല്ലാഹ്, എത്ര അറിഞ്ഞാലും മതിയാവാത്ത വിധം അല്ലേ? അത്രയും അത്ഭുതമാണ് നമ്മുടെ റബ്ബിന്റെ കഴിവുകളും അവന്റെ കാരുണ്യവും ഒക്കെ. നമുക്ക് ഓരോ ക്ലാസ്സുകളിലായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്ന നമ്മൾ ഈ ക്ലാസ്സുകൾ കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു ഉത്തരമായിരിക്കും അല്ലേ? ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ആ രൂപത്തിൽ തന്നെ നമുക്ക് ഓരോ മാറ്റങ്ങൾ വരുത്തുവാനും റബ്ബിലേക്ക് കൂടുതലായിട്ട് അടുക്കുവാനും അവന് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാ ക്ലാസ്സുകളുടെ മുന്നിലായിട്ട് പറയുന്നത് പോലെ നമ്മുടെ നിയ്യത്തിനെ നമ്മൾ എന്ത് ചെയ്യുക, പുതുക്കുക. റബ്ബിനെ തൃപ്തിപ്പെടുന്ന രീതിയിൽ, അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ ആവാൻ, നമ്മുടെ ഈ ഒരു ജൽസ ആവാൻ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാവരും ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാഹ്. നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ് എടുത്ത് തരുന്നത് നജൂം ശരിയാ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള മിന്നത്ത് ആണ് ഇൻഷാ അല്ലാഹ്. അവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഇന്നത്തെ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. വോയിസ് ക്ലിയർ ഉണ്ടോ? ക്ലിയർ ആണ് ഇൻഷാ അല്ലാഹ്. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ആദ്യമായിട്ട് ഇത് ഇവിടെ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും മനസ്സിലാക്കാനും കേട്ട കാര്യങ്ങൾ പ്രവൃത്തിയിൽ കൊണ്ടുവരാനും അല്ലാഹു എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അല്ലാഹു ഇതൊരു സ്വീകരിക്കുന്ന ഒരു അമലായിട്ട് ആക്കട്ടെ ഇൻഷാ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ബല്ലഗു അന്നി വലൗ ആയ, എന്നിൽ നിന്നും ഒരായത്താണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്തെങ്കിലും നിങ്ങൾ അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. നമുക്കൊരു നന്മ കിട്ടുമ്പോൾ അത് മറ്റുള്ളവർക്ക് നമ്മൾ എത്തിക്കുന്ന അല്ലത് അത് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു വിദ്യാർത്ഥിയുടെ ഒത്തിരി ഉത്തരവാദിത്തമാണ് അല്ലെ? നമുക്ക് കിട്ടുന്ന എത്ര ചെറിയ അറിവാണെങ്കിലും ഇത് നമ്മൾ എന്താക്കണം, മറ്റുള്ളവർക്ക് അത് എത്തിച്ചു കൊടുക്കണം. നമ്മളെ ലൈഫിൽ നമ്മൾ എത്രത്തോളം ബ്ലെസ്ഡ് ആണെന്ന് എപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെ ലൈഫിൽ നമുക്ക് എണ്ണിയാലൊടുങ്ങാത്ത എന്താ അനുഗ്രഹങ്ങൾ അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുണ്ട് അല്ലെ? നമുക്കിപ്പോ അത് ഓരോന്നായിട്ട് നമ്മളിപ്പോ എടുത്തു പറയാൻ പറ്റാത്ത അത്രത്തോളം നമുക്ക് ബ്ലെസ്സിങ്സ് നമുക്ക് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. അതിപ്പോ നമുക്ക് നമ്മളെ ഹെൽത്തിലാണെങ്കിൽ, നമ്മളെ സമ്പത്തിലായാലും, നമുക്ക് ഫാമിലിയിലായാലും, മക്കളിലായാലും, അങ്ങനെ ഓരോന്നിങ്ങനെ എണ്ണിയാല് തീരൂല. ഇപ്പൊ നമ്മള് ശരീരം തന്നെ എടുത്തു നോക്കിയാല് നമ്മളെ ഹാർട്ട്, നമ്മളെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങള് അല്ലെ, ഓരോരുത്തര് അതിന്റെ വില എല്ലാം അറിയണമെങ്കിൽ അതിന്റെ ഓരോ ബുദ്ധിമുട്ടുകൾ നമുക്ക് എത്തുമ്പോഴാണ് നമുക്ക് എന്താ, നമ്മളൊക്കെ അതിന്റെ വില അറിയുന്നത്. ഒരു ഹാർട്ട് നമ്മൾക്ക് എത്രയോ തവണ നമ്മളെ ബ്ലഡ് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഒരു ഹാർട്ട് നിന്നാലാണ്, അല്ലെങ്കിൽ ആ ഒരു ഹാർട്ടിന് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ നമുക്ക് അറിയുന്നത് ഇത്രയും നാൾ നമുക്കൊരു ഇടങ്ങാറില്ലാണ്ട് ഒരു പ്രശ്നമൊന്നും ഇല്ലാണ്ട് അല്ലാഹു തആല നമുക്കതാക്കി തന്ന്. അതുപോലെ നമുക്ക് ഓരോ കാര്യങ്ങളും ഓരോ അനുഗ്രഹത്തിന്റെയും വില നമുക്കറിയാൻ നമ്മൾ മറ്റുള്ളവർക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരിലേക്ക് നോക്കുമ്പോഴാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹം നമുക്ക് എത്ര തിട്ടപ്പെടുത്തിയാലും എന്താ മതിയാവൂല അല്ലെ? നമ്മളെ അള്ളാഹു തന്ന നമുക്ക് അനുഗ്രഹം നമുക്ക് എത്രയായാലും നമുക്ക്
തിട്ടപ്പെടുത്താൻ പറ്റൂല. ഒരു ബുക്കിൽ നമുക്ക് എഴുതി വെച്ചിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റും. നമുക്ക് അള്ളാഹു താല നമുക്ക് ഇന്ന് ഇത്ര അനുഗ്രഹങ്ങൾ തന്ന് നമുക്ക് എഴുതി വെക്കാൻ പറ്റും. ഒരിക്കലും എഴുതി വെച്ചാലോ അങ്ങനെ ഇതാക്കിയാലോ തീരുന്നതൊന്നല്ല അള്ളാഹുവിന്റെ അനുഗ്രഹം. നമ്മൾ എന്താക്കുക അതിനെ നമ്മൾ എന്താക്കുക അള്ളാഹുവിനെ നല്ലോണം ശുക്ർ ചെയ്യണം അല്ലെ. അള്ളാഹു പറഞ്ഞിട്ടില്ലേ റബ്ബക്കും ലഇൻ ശകർതും ലഅസീദന്നക്കും. അള്ളാഹു താല നമുക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മൾ ശുക്ർ ചെയ്താൽ അള്ളാഹു താല നമുക്കത് വർദ്ധിപ്പിച്ചു തരും. അപ്പൊ നമ്മൾ എങ്ങനെയാണ് നമുക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യുക? നമുക്ക് ഓരോ തന്ന അനുഗ്രഹങ്ങളും അതിൻ്റെതായ ശുക്ർ. അതായത് സമ്പത്തിൽ നമുക്ക് അനുഗ്രഹം തന്നാൽ നമ്മളത് സ്വതക്കയിലൂടെ മറ്റുള്ളവർക്ക് അതിലൂടെ സാമ്പത്തികമായിട്ട് മറ്റുള്ളവരെ സഹായിച്ചിട്ട് എല്ലാം അതിന് ചെയ്യുക. അതുപോലെ നമ്മളെ ഹെൽത്തിൽ തരുമ്പോൾ നമ്മളെ ഹെൽത്ത് കൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് എങ്ങനെ എത്തിക്കൊടുക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും നമ്മളെ ഹെൽത്ത് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഉപകാരങ്ങൾ ചെയ്യുക. അതുപോലെ ഓരോ അനുഗ്രഹത്തിന് നമുക്ക് അതിൻ്റെതായ നമുക്ക് അള്ളാഹുവിനെ ശുക്ർ ചെയ്യാൻ പറ്റും അല്ലെ. നമ്മൾ ചിലപ്പോൾ ഇടയ്ക്ക് നമ്മളെ തന്നെ ഇങ്ങനെ ജസ്റ്റ് ചിന്തിച്ചു നോക്കും. നമ്മളിങ്ങനെ മറ്റുള്ളവരെ കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ വെക്കും, അവർക്കല്ല അത് കൊടുത്തിക്കല്ലോ, അത് നമുക്ക് കിട്ടിയില്ലല്ലോ. നമ്മൾ ഒരിക്കലും എന്താക്കരുത് മറ്റുള്ളവരിലേക്ക് അങ്ങനെ നോക്കിയിട്ട് ഒരിക്കലും ഇതാക്കാൻ പാടില്ല അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് താഴെയുള്ളവരിലേക്ക് നോക്കുക, ഒരിക്കലും നിങ്ങൾക്ക് മേലെ നിൽക്കുന്നവരിലേക്ക് നിങ്ങൾ ഒരിക്കലും നോക്കരുത്. അങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ നിഅമത്ത് കുറഞ്ഞതായിട്ടും അങ്ങനെതായിട്ടും ഒരു ഇത് വരും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് മേലെയുള്ളവർക്ക് നോക്കരുത്, നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് താഴെയുള്ളവരെ നോക്കാം. അള്ളാഹുവിന്റെ അനുഗ്രഹത്തിനെ കുറിച്ച് പറഞ്ഞാലല്ലേ, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിനെ കുറിച്ച് എത്ര വട്ടം എങ്ങനെയാ പറഞ്ഞ് തീർക്കാന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റൂല. ജസ്റ്റ് ഒന്ന് ആലോചിച്ചത്, നമ്മൾ ഓരോ അനുഗ്രഹം ഇപ്പൊ രാവിലെ എണീക്കുന്നു, ജസ്റ്റ് ഒന്ന് ആലോചിച്ചേക്ക്, നമ്മൾ രാവിലെ എണീച്ചിട്ട് പറയുന്നത് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദ മാ അമാതനാ വഇലൈഹി നുശൂർ അല്ലെ. നമ്മൾ ഉറക്കുന്നുള്ളത് ഒരു ചെറിയ മരണം പോലെയാണ്. നമ്മളെ റൂഹ് അള്ളാഹിന്റെ അടുത്ത് എത്തിയിട്ട് തിരിച്ച് നമുക്ക് അള്ളാഹ് റബ്ബ് തരുന്നതാണ് നമ്മളെ റൂഹ് തിരിച്ചിട്ട്. ആ സമയത്ത് ആ റൂഹ് തന്നിക്കില്ലെങ്കിൽ നമ്മളെന്തായി മരിച്ച് അല്ലെ. ആ സമയത്ത് അതുകൊണ്ട് നമ്മളതിൽ ദുആ ചെയ്യുന്നത്, അള്ളാഹിനെ എണീച്ചിട്ട് നമ്മൾ ശുക്രീൻ നിന്നുകൊണ്ടാ നമുക്ക് തിരിച്ച് റബ്ബ് തരികയാണ്. അള്ളാഹ് തന്നിക്കില്ലെങ്കിൽ നമ്മൾ എന്തായി മരിച്ചു അല്ലെ. അപ്പൊ അതെല്ലാം അള്ളാഹിന്റെ അനുഗ്രഹമാണ്. അതുപോലെ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് നമ്മളിപ്പോ മറ്റുള്ളവർക്ക് ഇപ്പൊ പറഞ്ഞില്ലേ, മറ്റുള്ളവരെ ഇതിനെ നമ്മൾ ഒരിക്കലും നോക്കരുത് നിന്ന്. മറ്റുള്ളവർക്ക് ചിലപ്പോ അള്ളാഹു കൊടുത്ത അനുഗ്രഹങ്ങൾ ഉണ്ടാവും, അവർക്ക് അതിന്റെ വേണ്ടി പരീക്ഷണങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ ചിലപ്പോ അവരെ ഒരു അനുഗ്രഹങ്ങൾ മാത്രമായിരിക്കും കാണുന്നുണ്ടാവാൻ അല്ലെ. നമ്മൾ മറ്റുള്ളവർക്ക് നോക്കരുത് പറയുന്നത് വേറൊരു കാരണം കൂടിയാണത്. അതായത് ചിലപ്പോ നമ്മൾ അവരുടെ ആ ഒരു സൈഡ് മാത്രമായിരിക്കും കാണുന്നത്. അവർക്ക് ഉണ്ടാകുന്ന അള്ളാഹു അവർക്ക് കൊടുത്ത പരീക്ഷണങ്ങളൊന്നും എന്താവുന്നില്ല നമ്മൾ കാണൂല. അവർക്ക് കൊടുത്ത അനുഗ്രഹങ്ങൾ നമ്മൾ കണ്ടിട്ടായിരിക്കും നമ്മൾ വിചാരിക്കാൻ അവർക്ക് കുറെ അനുഗ്രഹങ്ങൾ ഉണ്ടല്ലോ. അവർക്ക് അതിന്റെ കൂടെ എത്രത്തോളം നമ്മൾ കാണാൻ പറ്റാത്ത എത്രയോ പരീക്ഷണങ്ങൾ ഉണ്ടാവും. പക്ഷെ അതൊന്നും ഉണ്ടാകുന്നില്ല, നമ്മള് അറിയുന്നില്ല അല്ലെ. നമ്മൾ തന്ന അനുഗ്രഹങ്ങൾ നമ്മൾ എത്രത്തോളം അള്ളാഹുവിനെ ശുക്ർ ചെയ്യണമെന്ന് ചോദിച്ചാല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കഥ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഇത് നമുക്ക് അറിയാം, എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നീര് വരുന്നിടത്തോളം അത്രയും നിന്നിട്ട് നമസ്കരിക്കുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ലൈഫിൽ നബിക്ക് എത്രത്തോളം ത്യാഗം സഹിക്കേണ്ട വന്നത് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയുന്ന ഒരു കാര്യമാണ്. എത്രത്തോളം ദിവസങ്ങളിൽ നബിന്റെ വീട്ടില് തീ പുകഞ്ഞിക്കില്ല അല്ലെ. എത്രയോ ദിവസങ്ങൾക്ക് ശേഷം അവർക്ക് ഭക്ഷണം കിട്ടാം. അങ്ങനെ എല്ലാം ആയിട്ടും നബി നിസ്കരിച്ചത് എന്തിന് നബിന്റെ പാപങ്ങള് മുന്നേ ഉള്ളതും ശേഷമുള്ള പാപങ്ങളൊന്നും നബിക്കില്ല. അതെല്ലാം ഓൾറെഡി പൊറുക്കപ്പെട്ടതാണ്. എന്നിട്ടും എന്തിനാ നബി നമസ്കരിക്കുന്നതെന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞേ? ഞാൻ ഒരു നന്ദിയുള്ള അടിമ ആകണ്ടേ എന്നാണ്. അപ്പൊ നമ്മളതും എല്ലാം കാര്യം ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കണം. നമുക്ക് തന്ന ഈ ഓരോ അനുഗ്രഹത്തിന് നമ്മൾ നന്ദിയുള്ളവരാണോ? അതിനുള്ള നന്ദി നമ്മൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കണം. അതുപോലെ സഹാബാക്കൾ അല്ലെ, അവര് ഒരു യുദ്ധം വന്നാല് അവർക്ക് കിട്ടിയ അനുഗ്രഹം, ഈ കുടുംബം നമ്മൾ കേട്ടിട്ടുണ്ടാവില്ലേ, ഈ സഹാബാക്കൾ കല്യാണം കഴിഞ്ഞ പാട് ഉള്ള സഹാബാക്കൾ വരെ യുദ്ധം വന്നാൽ അവർ എല്ലാം ഉപേക്ഷിച്ചിട്ട് പിന്നെന്താ പറയാ,
അനുഗ്രഹമായി ഫാമിലീസ് എല്ലാം ഇട്ടിട്ട് അവരെന്താക്കും അള്ളാഹുവിന്റെ ഇതിനു വേണ്ടിയിട്ട് യുദ്ധത്തിനും എന്തുകൊണ്ടാ അവർ അള്ളാഹുവിന്റെ അവരെ കൊണ്ട് ഇതാക്കുന്ന രീതിയിൽ അള്ളാഹുവിന് അവർക്കൊരു ഇത് നന്ദി പോലെ അവര് അള്ളാഹുവിന്റെ മാർഗത്തിൽ അവര് ചെലവാക്കാൻ നോക്കും അല്ലെ. സഹാബാക്കളിൽ നമ്മൾ കഥകൾ കുറെ കേട്ടിട്ടുണ്ട്. അവര് ഉള്ളത് എത്രത്തോളം അള്ളാഹുവിന്റെ സമ്പത്ത് ഇല്ലാത്ത ആൾക്കാർ വരെ കഴിഞ്ഞത്തോളം എങ്ങനെ അള്ളാഹുവിലെ പിന്നെ ദീനിലേക്ക് അള്ളാഹുവിന്റെ ഇതിനു വേണ്ടിയിട്ട് എങ്ങനെ ചെലവഴിക്കാം എന്ന് നോക്കിയ ആൾക്കാർ അല്ലെ. സമ്പത്തിൽ നിന്നും ഫുള്ളും കുറച്ചും അങ്ങനെ എല്ലാം എന്താ പറയാ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവാക്കിയത്. അതെല്ലാം എന്തുകൊണ്ടാ അവരെന്താ അള്ളാഹുവിന്റെ നന്ദി അവർക്ക് കൊടുത്ത കാര്യങ്ങളിലേക്ക് കൊടുത്ത കാര്യങ്ങളിൽ അവർ അള്ളാഹുലേക്ക് നന്ദി കാണിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ പിന്നെ അതിന് അള്ളാഹുവിനെ സ്തുതിക്കുക എന്നുള്ള ഈ രീതിക്കാണ് അവർ ചെയ്തത്. അല്ലാണ്ട് പിന്നെ എന്താ പറയാ മറ്റുള്ളവർക്ക് കാണിക്കണം എന്നുള്ള രീതിക്കൊന്നും അല്ലല്ലോ. അള്ളാഹുലേക്ക് അള്ളാഹ് തന്ന സാധനത്തിന് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീനിലേക്ക് അത്രത്തോളം കൊടുക്കുക എന്നുള്ള നിലയിലാണ് അവരത് ചെയ്തത്. ഒരിക്കലും അതുപോലെ തന്നെ എന്താ പറയാ പിന്നെ അള്ളാഹിന്റെ കാര്യത്തിൽ ഒരിക്കലും പ്രതീക്ഷ നഷ്ടപ്പെടാതിരിക്കുക മെയിനായിട്ട്. നമുക്ക് ഇങ്ങനെല്ലാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ നമുക്ക് എന്താ ഒന്നും കിട്ടാത്ത ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കും അല്ലെ. നമ്മളെ ലൈഫിൽ നമ്മൾ ഓരോ ഗോൾസ് പോലെ വെക്കും, അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം. പക്ഷെ നമ്മൾ ചിലപ്പോ കുറെ ദ്വാ ചെയ്തിട്ടും ചില സമയത്ത് അത് ആഗ്രഹിച്ചിട്ടും ചിലപ്പം അത് കിട്ടാത്ത കണ്ടാൽ പിന്നെ നമ്മൾ തന്നെ അത് ഭയങ്കര ഡൗൺ ആവും. നമ്മൾ വിചാരിക്കും അതെന്താ റബ്ബേ ഞാൻ ദ്വാ ചെയ്തിട്ട് കിട്ടാത്ത, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം കിട്ടുന്നില്ലല്ലോ, അവര് ഇങ്ങനെ ആഗ്രഹിച്ചിട്ട് കാര്യം അവർക്ക് കൊടുക്കുന്നില്ല. ഒരിക്കലും നമ്മൾ വിചാരിക്കാൻ പാടില്ല. നമുക്കൊരു കാര്യം തരുന്നത് റബ്ബ് തരുന്നുണ്ടെങ്കിൽ നമുക്ക് അള്ളാഹു ഏറ്റവും ഹൈറായ കാര്യങ്ങൾ മാത്രമേ തരൂ. ഒരിക്കലും എന്താ പറയാ ഒരു കാര്യം നമുക്ക് പിന്നത്തേക്ക് ചിലപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഷെറുണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കുന്നുണ്ടാവും. പക്ഷെ ഒരിക്കലും എന്താക്കരുത് ഒരു കാര്യം മാറ്റി വെച്ച് അല്ലെങ്കിൽ ഇത് ഉണ്ട് അങ്ങനെയാണെന്ന് കണ്ടിട്ട് നമ്മൾ ഒരിക്കലും അള്ളാഹുവിന്റെ ഇതിലേക്ക് എന്താക്കുക പ്രതീക്ഷ നഷ്ടപ്പെടാതിരിക്കുക. നമ്മുടെ ലൈഫിൽ എത്രത്തോളം കാര്യങ്ങൾ അള്ളാഹു നമ്മൾ അറിയാണ്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ അനുഗ്രഹങ്ങൾ അല്ലെ. നമ്മൾ ചെറുപ്പത്തിൽ ഒരു പ്രസവിച്ച നമ്മളെ ഉമ്മാന്റെ വയറ്റിലുള്ള സമയത്ത് മുതൽ അല്ലെ ഓരോ നമുക്ക് അനുഗ്രഹം നമുക്ക് അന്നേരം എന്താ പറയാ ഒരു സൈസ് ഒരു ചെറിയ ബേബിയായ മുതൽ നമ്മൾ ഇപ്പൊ ഇത്രയും നിൽക്കുന്ന നമ്മൾ ഈ ഒരു ഇത്രയും നമ്മളെ വലുതാക്കി എല്ലാം നമ്മൾ ചോദിച്ചിട്ട് നമ്മൾക്ക് അമ്മ തന്നെ നമ്മൾ വളരുന്നേരം നമ്മളെ കാല് കൈ നമുക്ക് എല്ലാം എന്താ പറയാ ഫങ്ഷൻ അതുപോലെ നമ്മൾ വണ്ണം വെക്കും. നമ്മളിങ്ങനെ ഓരോ സിറ്റുവേഷനിലായിട്ട് ലൈഫ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതൊന്നും നമ്മൾ അള്ളാഹിനടുത്ത് ചോദിച്ചല്ല, എന്നിട്ടും അള്ളാഹു തന്ന അനുഗ്രഹങ്ങളാണ് അല്ലെ. ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നടക്കാനും ഇരിക്കാനും കിടക്കാനും എല്ലാം പറ്റും. നമുക്ക് ഒരാളെ ആശ്രയിക്കാണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യുമ്പോൾ മറ്റുള്ളവരെ വിളിച്ചിട്ട് ഒന്ന് സഹായിക്കുമെന്ന് ചോദിക്കേണ്ട ആവശ്യം വരുന്നുണ്ടോ? ഇല്ല. നമുക്കൊന്ന് ബാത്റൂം പോകണമെങ്കിൽ മറ്റുള്ളവരെ വിളിച്ചിട്ടൊന്ന് ബാത്റൂം കൊണ്ടുപോകുന്ന ചോദിക്കേണ്ട ആവശ്യം വരുന്നുണ്ടോ? ഇല്ല. നമുക്കെല്ലാം നമ്മളെ ഒരു ഇതില് നമ്മളെ ഏഴില് നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനുള്ള ആരോഗ്യമുണ്ട് അല്ലെ. നമുക്ക് പ്രവർത്തനങ്ങൾ ശരീരത്തിന്റെ ഉള്ളില് നമുക്ക് ഭയങ്കരമായിട്ട് എന്തെങ്കിലും ഇടങ്ങാറുള്ള കാര്യങ്ങൾ ഉണ്ടായില്ല. നമ്മൾക്ക് ശരീരത്തിന്റെ ഉള്ളിലെല്ലാം രാവിലെ ആയാലും രാത്രി ആയാലും അതിന്റെ ഉള്ളിലുള്ള ഫങ്ഷൻ ഇങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുന്നുണ്ട്. നമ്മളടുത്ത് ചോദിച്ചിട്ടൊന്നല്ല നടക്കുന്നത്. അത് അള്ളാഹു ഇതാക്കിയിട്ട് തനിയെ അതിന്റെ ഇത് ഓർഡർ പോലെ അതിങ്ങനെ നടക്കുന്നുണ്ട്. അതൊന്നും നമ്മൾ അള്ളാഹിന്റെ ചോദിച്ചിട്ടല്ല, എന്നിട്ടും അള്ളാഹു തന്ന അനുഗ്രഹങ്ങളിൽ പെട്ട കാര്യങ്ങളാണതല്ലോ. നമ്മളെ ലൈഫിൽ അതുപോലെ നമ്മൾ വരുമ്പോ ഇങ്ങനെ നമുക്ക് ഇത്രയും അനുഗ്രഹങ്ങളൊക്കെ തന്നിട്ട് നമുക്ക് ലൈഫിലിടക്ക് ചില ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ ഭയങ്കര ഇതാവും. ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ, ഒരു സത്യവിശ്വാസിയുടെ അല്ലെ, സത്യവിശ്വാസിയുടെ ഇത് കാര്യം അത്ഭുതമാണ് അല്ലെ. അജബൽ ലി അംറിൽ മുഅ്മിനീൻ ഇൻ അംറഹു കുല്ലഹു ലഹു ഖൈർ. അവന് എന്ത് വന്നാലും അവൻക്ക് നന്മയാണ് അല്ലെ. അത് ആരുടെ കാര്യമാണ്? ഒരു സത്യവിശ്വാസി, ഒരു മുഅ്മിനിന്റെ കാര്യം മാത്രമാണ് അങ്ങനെ. അവൻക്ക് ഇൻ അസാബഹു ഷർറൻ ഫഹുവ ഖൈറുൻ ലഹു. അതായത് അവൻക്ക് ഒരു കാര്യം വന്നാൽ ഒരു നന്മ വന്നാൽ അവൻ എന്താക്കും? അതിൽ അള്ളാഹുവിനെ സ്തുതിക്കും. വഇൻ അസാബത്ഹു ളർറ, അവൻക്കൊരു ഷർറ് വന്നാൽ എന്താക്കും? അവൻക്കറിയാം അതിലൊരു നന്മ ഉണ്ട് എന്നുള്ളത് അവൻ മനസ്സിലാക്കുകയും ചെയ്യും അല്ലെ. അവൻ അതിൽ ക്ഷമിക്കും. ഒരു നന്മ വരാനുണ്ട് അല്ലെങ്കിൽ അതിലൊരു നന്മ ഉണ്ട് എന്നുള്ള രീതിക്ക് അവര് ക്ഷമിക്കുകയാണ് ചെയ്തത്. ഇതൊരു സത്യവിശ്വാസത്തിന്റെ കാര്യമാണ്. അല്ലാത്ത ആൾക്കാർ എന്താ ഏത് രീതിക്ക് അത് എടുക്കാന്? ഫുൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഒരു പരീക്ഷണാണല്ലോ. നമുക്ക് മീൻസ് അവര് അനുഗ്രഹങ്ങൾ അള്ളാഹു കൊടുത്ത അനുഗ്രഹങ്ങൾ നോക്കാണ്ട് ലൈഫിൽ വരുന്ന പ്രശ്നങ്ങളിലേക്ക് മാത്രമായിരിക്കും അവർ നോക്കാൻ.
എത്രത്തോളം അനുഗ്രഹം അവർക്ക് കൊടുത്താൽ അവർ അതിലേക്കൊന്നും നോക്കൂല. എനിക്ക് ലൈഫിൽ ഇങ്ങനെയാണല്ലോ, എന്റെ ലൈഫ് എപ്പോൾ ഇങ്ങനെയാണല്ലോ, അങ്ങനെയാണല്ലോ, ഇങ്ങനെയാണല്ലോ, ആ ഒരു രീതിക്കായിരിക്കും ചിന്തിക്കാൻ. നമുക്ക് അള്ളാഹു തരുന്ന പരീക്ഷണങ്ങൾ നമ്മൾ ചിന്തിക്കണം. അന്നേരം നമുക്ക് തരുന്ന അള്ളാഹു തരുന്ന നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കണം. അന്നേരം നമുക്ക് അള്ളാഹു തരുന്ന പരീക്ഷണങ്ങളൊന്നും അത്ര വലുതായിട്ട് തോന്നൂല. അല്ലെ? നമുക്ക് ചോദിക്കാൻ എത്രയോ അനുഗ്രഹം തന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് എന്നുള്ള നമുക്ക് ഒരു പരീക്ഷണം തരുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഡൗൺ ആവേണ്ട ആവശ്യമില്ല. അല്ലെ? നമ്മൾ ചില വീടുകളിലെല്ലാം ഇങ്ങനെ മരണപ്പെട്ട ആളുകളുടെ വീട്ടിലെല്ലാം അവരെ മാതാപിതാക്കളോ അല്ലെങ്കിൽ ഇണകളോ മക്കളായിട്ട് ഇങ്ങനെ മരണപ്പെട്ട ചില ആൾക്കാരെ കാണുമ്പോൾ അവർ ഭയങ്കര ക്ഷമയായിട്ട് നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ അതിശയം തോന്നലില്ലേ? നമ്മൾ വന്നിട്ട് പറയൂലേ, ഓ അവര് നോക്കിയാ ഭയങ്കര അവർക്ക് സങ്കടം ഇല്ലായിട്ടൊന്നുമല്ല, അവർക്കൊരു മുസീബത്ത് വന്നപ്പോ അവരെന്താക്കിയ അവരെ അതിൽ ക്ഷമിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെ? അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, വലയബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസ് വസ്സമറാത്ത്. എന്താ നിങ്ങളെ എല്ലാം കൊണ്ടും, അല്ലെ, ഭയം കൊണ്ടും മക്കൾ കൊണ്ടും ധനം കൊണ്ടും എല്ലാ കാര്യത്തിലും നിങ്ങളെ പരീക്ഷിക്കുന്ന അള്ളാഹ് പറഞ്ഞ കാര്യമാണ്. നമ്മൾ മുസ്ലിമായി ജീവിച്ചാൽ പരീക്ഷണമൊന്നും ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് ജീവിക്കാന്നുള്ളതിലല്ലോ. അങ്ങനെ ജീവിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഒരു മുസ്ലിംസിനാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങളുള്ളത്. അല്ലെ? ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്ന മതം ഏതാ? അത് ഇസ്ലാമാ. ഇസ്ലാം പോലെ വേറൊരു മതത്തിൽ ഏതെങ്കിലും ആൾക്കാർക്ക് ഇങ്ങനെ അടങ്ങാറും ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഒരു മതത്തിനും ഉണ്ടാവൂല അങ്ങനെ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താ ദുനിയാവ് എന്താ പറയാ നരകം പോലെയാന്ന് പറയും. അല്ലെ? അവർക്ക് അത്രത്തോളം പരീക്ഷണങ്ങൾ അടങ്ങാറും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പക്ഷെ അവരതിലെന്താക്കും? ക്ഷമിച്ചിട്ട് നിൽക്കുകയാണ് ചെയ്യുക. നമ്മൾ കാണുന്നില്ലേ ഈ ഫലസ്തീന്റെ ഈ ഓരോ ഇതും ന്യൂസും ഇങ്ങനെയെല്ലാം കാണുമ്പോൾ നമ്മൾ കേൾക്കൂലേ, ഇതെന്തായാലും ചെറിയ മക്കളല്ലേ, അള്ള നീതിമാനാണ്, അല്ലെ, അള്ള ഹക്കീമാണ് എല്ലാം നമ്മൾ വിചാരിക്കും ഇടക്ക്. എന്നിട്ട് എന്തോളി, പക്ഷെ അവർക്ക് അതിനെക്കാട്ടും എന്താ പറയാ നമുക്ക് കിട്ടുന്നതിനെക്കാട്ടും കൂടുതൽ ചിലപ്പം പ്രതിഫലം നാളെ പരലോകത്ത് അവർക്ക് ഉണ്ടാവും. എന്താ പറയാ പരലോകത്ത് നാളെ എല്ലാം നമുക്ക് കിട്ടിയ അനുഗ്രഹത്തിന് കറക്റ്റ് അതിനുള്ള മറുപടി, അല്ലെ, പരലോകത്ത് ദിവസം നമുക്ക് കിട്ടിയ അനുഗ്രഹത്തിനെല്ലാം ചോദ്യം ചെയ്യപ്പെട്ടിട്ടാണ് നമുക്ക് എന്താ പറയാ സ്വർഗാണെന്ന് നരകാണെന്ന് തീരുമാനിക്കുന്ന മുന്നേ നമുക്ക് നമ്മളെ കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ചിട്ട് ചോദ്യം ചെയ്യുന്ന ദിവസമുണ്ട്, അല്ലെ? അന്ന് നമ്മളിങ്ങനെ ക്യൂ നിൽക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ പാവപ്പെട്ട ആളുകൾ പെട്ടെന്ന് കയറി പോകും. നമ്മളെ പോലത്തെ ആളുകൾ നമ്മളെന്താ കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം പറയേണ്ടി വരും. അപ്പൊ നാളെ ചിലപ്പോ അവർക്ക് പിന്നെ ആ ഒരു ഇതിന്റെ പേരിലും എന്താ പറയാ അവര് അനുഭവിച്ച ആ ഒരു ഇതിന്റെ പേരിലും ചിലപ്പോ അവർക്ക് പെട്ടെന്ന് കയറാൻ പറ്റിയിട്ടുണ്ടാവും. അള്ളാഹു ഹക്കീമാന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ അള്ളാഹുവിന്റെ ഹുക്മ ശരിക്കും ഇപ്പൊ കംപ്ലീറ്റ് ആവാ നാളെ പരലോകത്ത് വെച്ചിട്ട് എല്ലാവർക്കും അവരതായ ഇത് കൊടുത്തിട്ട് മീൻസ് ഇപ്പൊ എന്താ പറയാ നമ്മൾ പറയുന്നില്ലേ, നല്ല ആൾക്കാരും ചീത്ത ആൾക്കാരും എന്ന് പറയും, മീൻസ് മുസ്ലിംസും അമുസ്ലിംസും എല്ലാം അവർക്ക് അവരുടേതായ ഇത് ഓരോ ചെയ്ത കാര്യങ്ങൾക്കും ഓരോന്നിനും അതിന്റെ പ്രതിഫലവും അവര് ക്ഷമിച്ചതിനും മീൻസ് അള്ളാഹിനെ നന്ദി ചെയ്തതിനും എല്ലാത്തിനും കൂലി അതിന്റെ ഇത് അതായത് പ്രതിഫലം അള്ളാഹു നൽകിയിട്ട് ആണ് നാളെ പരലോകത്ത് ഓരോരുത്തരെയും കയറ്റ, അല്ലെ? അതുവരെ നമ്മൾ എന്താക്കും? അവിടെ ഇങ്ങനെ നിൽക്കും. ഇതിനെ കുറിച്ചിട്ട് പറയുന്നത് സുമലത്തു സലുന്ന യോമ ഇതിന് ആനിന്നഈം. അന്നത്തെ ദിവസം നിങ്ങളടുത്ത് എന്താ പറയാ നിങ്ങളെ അനുഗ്രഹത്തിനെ കുറിച്ചിട്ട്, അല്ലെ, അന്നത്തെ ദിവസം നിങ്ങളെ അനുഗ്രഹത്തെ പറ്റി നിങ്ങളോട് ചോദ്യം ചെയ്യുമെന്ന് പറയുന്നത്. എല്ലാ അനുഗ്രഹത്തെയും കുറിച്ച് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും, അത് ഏത് അനുഗ്രഹമാണെങ്കിലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നില്ല, ദുനിയാവില് അതായത് നമ്മളെ വിരല് കടലിലൊന്നും ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് നമ്മൾ എടുത്തിട്ട് നമ്മളെ കൈമേലുണ്ടാകുന്ന വെള്ളം അത് മാത്രമാണ് നമ്മൾ ഈ ദുനിയാവിലെ അനുഗ്രഹങ്ങൾ. നാളെ പരലോകം എന്ന് വെച്ചാൽ കടക്കുന്ന കടല് പരലോകത്ത് അള്ളാഹു വെച്ച അനുഗ്രഹങ്ങളാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പൊ ദുനിയാവിൽ കിട്ടുന്ന അനുഗ്രഹങ്ങളും അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നില്ല എന്ന് വിചാരിക്കുന്ന അനുഗ്രഹങ്ങളും കമ്പയർ ചെയ്തിട്ട് വെച്ച് നോക്കി നമ്മൾ ജസ്റ്റ് ചിന്തിച്ച് നോക്കി അപ്പൊ പരലോകത്ത് അള്ളാഹു നമുക്ക് വേണ്ടിയിട്ട് എത്ര കാര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന്.
ഒരിക്കലും നമ്മൾ എന്താക്കരുത്, അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ എന്താക്കരുത്, അതില് നമുക്ക് എന്താ ഭയങ്കര സങ്കടപ്പെടരുത്, എനിക്കത് കിട്ടിയില്ലായിരുന്നു. നേരെ മറിച്ച് നമുക്ക് തന്ന അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ ഓരോന്നിനും നമ്മൾ എപ്പോഴും ശുക്ർ ചെയ്യുക, കഴിയുന്നത്തോളം ശുക്ർ ചെയ്യുക. നമ്മളെ കൊണ്ട് നമ്മളെ കിട്ടിയ അനുഗ്രഹങ്ങളിലൂടെ മറ്റുള്ളവർക്ക് എങ്ങനെ രീതിക്ക് ഉപകാരത്തിൽ എത്തിക്കാൻ പറ്റും, അങ്ങനെ കഴിയുന്നത്തോളം നമ്മളെ ഉപകാരത്തിൽ എത്തിക്കുക. വെച്ചാൽ നമുക്ക് ഈ ദുനിയാവിൽ എവിടുന്ന് കുറെ എന്താ പറയാ ഇങ്ങനെ കുറെ സമ്പത്തിൽ അനുഗ്രഹം മീൻസ് പിന്നെ കുറെ ഇങ്ങനെ നമ്മളെ ഗോള് വെച്ചാൽ നമ്മളെ ദുനിയാവല്ല നമ്മളെ ഗോള് പരലോകം അല്ലെ, സ്വർഗമാണ് നമുക്ക് എത്തേണ്ടത്. അപ്പൊ അവിടത്തേക്ക് എത്തേണ്ടിട്ട് നമ്മൾ എന്താക്കണം, പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ചെറിയൊരു ടൈമാണ് ഇവിടെ ദുനിയാവില്. നമുക്ക് ദുനിയാവ് ഇവിടെ ആസ്വദിച്ച് ഇവിടെ ജീവിച്ച് ഇവിടുന്ന് മരിക്കാൻ അങ്ങനെ അല്ലല്ലോ ദുനിയാവ്. നമ്മളിവിടെ ദുനിയാവിൽ അല്ല എന്തിനാ ഇവിടെ ആക്കിയത്, നമ്മൾ ദുനിയാവിൽ എത്തിച്ചത് എന്തിനാ, നമുക്ക് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് അവന് അനുസരിച്ച് പരീക്ഷണം വരുമ്പോൾ അതിനെ നല്ല രീതിയിൽ ഇതാക്കി ജീവിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ദുനിയാവിലാക്കി. നമ്മളെ മെയിൻ ഗോൾ നമുക്ക് എത്തേണ്ടത് പരലോകത്ത് പിന്നെ സ്വർഗത്തിലാണ്. അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ടൈം മാത്രമാണ് ദുനിയാവ്. ഇപ്പൊ അള്ളാഹുവിന് അതന്നെ. അപ്പൊ തന്ന അനുഗ്രഹങ്ങളിൽ നല്ല രീതിയിൽ ശുക്ർ ചെയ്ത് അള്ളാഹുവിനെ നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്ത് പരീക്ഷണങ്ങൾ ക്ഷമിച്ച് മറ്റുള്ളവർക്ക് നമ്മളെ ശരീരം കൊണ്ട് നമ്മളെ സമ്പത്ത് കൊണ്ട് എത്തുന്ന രീതിക്ക് നല്ല രീതിയിൽ അവർക്ക് ഉപയോഗപ്പെടുത്തി അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ നോക്കാം. അതുപോലെ നമുക്ക് വോയിസ് ക്ലിയർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടല്ലോ. അതുപോലെ അള്ളാഹുവിന്റെ അനുഗ്രഹം ഒരാൾക്ക് ലഭിച്ചിട്ടും അയാൾ നല്ല രീതിക്ക് ഇതാക്കിയില്ലെങ്കിൽ അവര് ചീത്ത സ്ഥലത്തായിരിക്കും എന്ന് പറയും. അതായത് അലം തറ ഇലല്ലദീ ബദലു നിഅമത്തുല്ലാഹി വഅഹല്ലു ഖൗമഹും ദാറുൽ ബവാർ. അള്ളാഹു അവർക്ക് അനുഗ്രഹം കൊടുത്തിട്ട് അവരെന്താക്കുക, നല്ല രീതിയിൽ ചെലവഴിക്കാതിരിക്കുക. അങ്ങനെ ചെയ്യുന്നവർക്ക് ഒരു ചീത്ത സ്ഥലം എന്ന് ഉദ്ദേശിക്കുന്നത് നരകത്തിലേക്ക് നരകത്തിനെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത് അല്ലെ. ഇപ്പൊ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഓരോന്ന് ഇപ്പൊ നമുക്കിപ്പോ പറഞ്ഞ തീരൂല അല്ലെ. നമ്മളെ രാവിലെ എണീച്ച മുതൽ രാത്രിയാകുന്ന വരെയുള്ള അനുഗ്രഹങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച്, നമുക്ക് ദുനിയാവിന്റെ നമ്മളെ ബോഡിന്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ ബോഡിന്റെ ഉള്ളിൽ ഓരോ നടക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ ജസ്റ്റ് നമ്മളെ ഡെയിലി പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പൊ ഫുഡ് കഴിക്കുക, അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാന്നുള്ള പോലെ നമ്മളെ ബോഡിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ അള്ളാഹു നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഉള്ളിലത്തെ കാര്യത്തിന്റെ ഫംഗ്ഷൻ ഇത്ര മണിക്ക് നമ്മൾ ഇങ്ങനെ ആക്കണം, എന്നാലും ഹാർട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഇത്ര മണിക്കൂറാകുമ്പോൾ നമ്മളെ ബോഡിയിൽ ഇങ്ങനെ ആക്കണം, എന്നാലും മറ്റേ സാധനം നടക്കും. അങ്ങനെയാണ് നമ്മളെ ബോഡിന്റെ ഉള്ളിലത്തെ ഫംഗ്ഷൻ എന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് ആലോചിച്ചേക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടാവും നമുക്കല്ലേ. നമുക്ക് അതൊന്നും തന്നിക്കില്ല. നമുക്ക് പിന്നെ എന്താ പറയാ എല്ലാ കാര്യങ്ങളും നമ്മളെ എളുപ്പാക്കി തന്ന്. പക്ഷെ ദുനിയാവ് പരീക്ഷണങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ പരീക്ഷണങ്ങൾ വരുമ്പോ നമ്മള് പിന്നെന്താ അതില് പതറാണ്ട്, അത് ഒരു പരീക്ഷണമാണ് അള്ളാഹുവിന്റെ, അതില് ഒരു എന്താ പറയാ പരീക്ഷണാണെന്നുള്ള നിലയിൽ എടുത്തിട്ട് നമ്മൾ കുറച്ചും കൂടി ശുക്ർ ചെയ്തിട്ട് അല്ലെങ്കിൽ അത് ആ ഒരു പരീക്ഷണത്തിൽ ക്ഷമിച്ചിട്ട് മുന്നേറാൻ നോക്കണം. നമ്മളെല്ലാരെയും അള്ളാഹുവിനെ ശുക്ർ ചെയ്യുന്ന അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ മനസ്സിലാക്കി അത് അനുസരിച്ചിട്ട് നമുക്ക് എന്താ പറയാ മറ്റുള്ളവർക്ക് എത്തിക്കാനും അതിന് നന്ദി രേഖപ്പെടുത്തുന്ന അള്ളാഹുവിന്റെ അടിമകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാരും ഉൾപ്പെടുത്തട്ടെ. നാളെ റബ്ബിന്റെ കോടതിയിൽ വിചാരണ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ നല്ല സ്വാലിഹായ ആൾക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ റബ്ബ്. അതുപോലെ കുറെ പരീക്ഷണങ്ങൾ, അതായത് കടം, പിന്നെ രോഗം, അതുപോലെ കുടുംബക്കാരിൽ നിന്നെല്ലാം മരണപ്പെട്ടു പോയ ആൾക്കാരെല്ലാം അങ്ങനെയെല്ലാം ബുദ്ധിമുട്ടി ഇടങ്ങാറാവുന്ന ആൾക്കാരെല്ലാം അള്ളാഹു അവർക്കെല്ലാം എളുപ്പം കൊടുക്കട്ടെ. അങ്ങനെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്കെല്ലാം അള്ളാഹു
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറ. ബാറക്കല്ലാഹു ഫീക്കും. അൽഹംദുലില്ലാ, വളരെ കുറഞ്ഞ സമയത്തിൽ നമുക്ക് ഏറ്റവും വിലപ്പെട്ടതായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടല്ലേ. ഇടയ്ക്കൊന്ന് നമ്മുടെ റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ ഓർമ്മിക്കുവാനും അതിന് എത്രത്തോളം നമ്മൾ ശുക്ർ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ സ്വയം വിചാരണ ചെയ്യാനും കുറച്ചൊരു ടൈം അല്ലേ നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമ്മൾ എന്ത് ചെയ്യാ, നമ്മൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഈ ഏത് കൂട്ടത്തിലാണ് നമ്മൾ പെട്ടത് അല്ലെ? റബ്ബിന് ശുക്ർ ചെയ്യുന്നവരുടെയാണോ അതോ നന്ദികേട് കാണിക്കുന്നവരുടെ കൂട്ടത്തിലാണോ നമ്മൾ? ഓരോ അനുഗ്രഹങ്ങളും നമ്മളെ എന്താണ് ഓർമ്മിപ്പിക്കുന്നത്? ഇൻഷാ അല്ലാഹ് റബ്ബ് എല്ലാവർക്കും ആ ഒരു രൂപത്തിലുള്ള എന്താണ് ഏറ്റവും റബ്ബിനെ എപ്പോഴും ഓർമ്മിച്ചു കൊണ്ടിരിക്കുന്ന, അവന് ശുക്ർ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും അവൻ അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി നിങ്ങൾക്കുള്ള ഫീഡ്ബാക്കിന്റെ ടൈമാണ്. ഇൻഷാ അല്ലാഹ് ഹാൻഡ് റൈസ് ചെയ്യുക, അതിനനുസരിച്ചിട്ട് വിളിക്കാം. നൗഷിൻത, ഇൻഷാ അല്ലാഹ്. അർഷദ മാലിമ അവർക്ക് സംസാരിക്കാൻ. ഒരു 2 മിനിറ്റ് കേട്ടോ നൗഷിൻത, ഇൻഷാ അല്ലാഹ്.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മള് ഇൻഷാ അല്ലാഹ് പിന്നെ എനിക്ക് അൺമ്യൂട്ടാക്കാൻ പറ്റുന്നില്ല ആരെയും. ഓക്കെ, ഒരു 1 മിനിറ്റ് കേട്ടോ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് സഹകരിക്കണേ. സലീഷത്ത് ഇപ്പോ മൈക്ക് ഓൺ ആണ്. ഓക്കെ. അഷിത, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് ജസാക്കല്ലാഹ് ഖൈർ. ഈ സമയത്ത് ഇപ്പൊ കുറച്ച് സമയം നമുക്ക് ഈ സംസാരിക്കാനുള്ള അവസരം എനിക്ക് അള്ളാഹു നൽകിയതില് ഞാൻ സംസാരിക്കാനുള്ള ആ മൈക്ക് മ്യൂട്ട് ആയത്. അപ്പൊ ഞാൻ പെട്ടെന്ന് സംസാരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചെറിയ ആയത്തിൽ നമുക്ക് ക്ഷമയോടെ വെയിറ്റ് ചെയ്യാൻ പറ്റും. അൽഹംദുലില്ലാഹ്, അത് അള്ളാഹുവിനോട് സ്തുതി. പിന്നെ അള്ളാഹുവിന്റെ ഓരോ കാര്യങ്ങള് സംസാരിക്കാൻ വേണ്ടി എന്നെ ഫസ്റ്റ് വിളിച്ച് അതിനും അള്ളാഹുവിനോട് അങ്ങ് എത്ര പറഞ്ഞാലും മതി വരാത്തൊരു ചെറിയൊരു ഇതുണ്ട്. അൽഹംദുലില്ലാഹ്. അപ്പോ അള്ളാഹു